ബാക്കി വെച്ചോളൂ. അല്ല, ഇതാരും ടീച്ചറാ? കൊറേ നാളായല്ലേ വഴിക്കൊക്കെ കണ്ടിട്ട്. ഞങ്ങളെ എൽദോനെ അന്വേഷിച്ചു വന്നതാ. അവനെ കൊറേ ദിവസമായി കണ്ടിട്ട്. എൽദപ്പ ഈ വഴിക്കൊന്നും വരാറില്ല ടീച്ചറെ. വീട്ടിൽ നോക്കായിരുന്നില്ലേ? വീട്ടിൽ പോയിരുന്നു. അവിടെ വാതിൽ പുറത്തുനിന്ന് ലോക്ക് ഇട്ട് പൂട്ടിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ ചിലപ്പോ ബാബുന്നറിയായിരിക്കാം. വാ ടീച്ചറെ, ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകുമ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ ബാബുവിന്റെ ഒരു കോഴിക്കടയുണ്ട്. അവിടെ ചോദിച്ചാ ചിലപ്പോ അറിയാൻ പറ്റും. ശരി പോലെ രണ്ടുപേർക്കൊണ്ട് ചായ എടുക്കട്ടെ? അയ്യോ ഇപ്പൊ വേണ്ട, പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. ഓ വാ. അല്ല ടീച്ചറെ, സ്കൂളിൽ ഇത്രയേറെ കുട്ടികളുണ്ടായിട്ടും എൽദോനോട് മാത്രം എന്താ ടീച്ചർക്ക് ഇത്ര പ്രത്യേകത? അവനെ കാണാൻ വേണ്ടി മാത്രം ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നെന്തിനാ? ടീച്ചറോട് ഞാൻ പറയാൻ വിട്ടുപോയതാ. എൽദോ ഒരു സാധാരണ കുട്ടിയല്ല. ഞാൻ ആദ്യമായി ആ സ്കൂളിൽ ചാർജ് എടുത്ത ദിവസം ഇന്ന് ബുധനാഴ്ചയായിട്ട് കളർ ഡ്രസ്സിൽ മിടുക്കിയായിട്ടുണ്ടല്ലോ. താങ്ക് യു സാർ. ടീച്ചറെ, എനിക്ക് ഈ ക്ലാസ്സിലെ ഒരു കാര്യം പറയാനുണ്ട്. ഇതാണ് നിങ്ങളുടെ പുതിയ ടീച്ചർ, രശ്മി ടീച്ചർ. എന്താണെങ്കിലും ടീച്ചറോട് പറഞ്ഞോളൂ. എന്താ മോളുടെ പേര്? അനീറ്റ. അനീറ്റയ്ക്ക് എന്താ പറയാനുള്ളത്? ടീച്ചറെ, എൽദോയെ എന്റെ ഗ്രൂപ്പിൽ നിന്ന് മാറ്റണം. അതെന്തിനാ? ഞാൻ എൽദോയോട് കൂട്ടുകൂടിയാൽ മറ്റു കുട്ടികൾ ആരും എന്നോട് മിണ്ടില്ലെന്നാ പറയണേ. മോള് പോയിക്കോ, ടീച്ചർ വന്നിട്ട് നോക്കാം. ശരി ടീച്ചറെ. ആര്യ പ്രസന്റ് ടീച്ചർ. അനീറ്റ പ്രസന്റ്. ബൈജു പ്രസന്റ് ടീച്ചർ. ബാബു പ്രസന്റ്. ദീപക് പ്രസന്റ്. എൽദോ പ്രസന്റ് ടീച്ചർ. എൽദോ ഇങ്ങോട്ട് വരൂ. എൽദോ ആക്ടിവിറ്റി ചെയ്യാൻ എൽദോനെ ഗ്രൂപ്പിൽ ചേർത്തില്ലെന്നാണ് മറ്റു കുട്ടികളൊക്കെ പറയുന്നത്. എൽദോ ഒറ്റയ്ക്ക് ചെയ്യും. സാരമില്ല ടീച്ചർ, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. ഇത് എൽദോയ്ക്ക് ടീച്ചറിന്റെ വക സമ്മാന. ഇത് വെച്ചോളൂ കേട്ടോ, നന്നായി പഠിക്കുന്നു. ഈ എൽദോ എന്ന് പറഞ്ഞ കുട്ടി വലിയ കഷ്ടം അവന്റെ കാര്യം. അവനോടാരും കൂട്ടുകൂടാറില്ല, സംസാരിക്കാറുമില്ല. ഉച്ചഭക്ഷണമെങ്കിലും കിട്ടുമെന്ന് കരുതി അവന്റെ അമ്മ മുൻപ് ഈ സ്കൂളിലാക്കിയത്. നമ്മൾ എന്ത് ചെയ്യാനാ ടീച്ചറെ? സർക്കാർ സ്കൂളല്ലേ, പറഞ്ഞുവിടാൻ പറ്റുമോ? അതെ അതെ. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളൂ. സ്നേഹാസ് ഹൈറ്റ് ഇസ് 1.36 meters and Meena's height is 1.24 meters. ആർക്കാണ് കൂടുതൽ ഹൈറ്റ്? Who is taller? സ്നേഹ. Very good. Hello. Silence. എന്താ എൽദോ ക്ലാസ് കിടന്നുറങ്ങുന്നത്? രാത്രി ഉറങ്ങിയില്ലേ? എൽദോ രാത്രി വല്ല കോഴിനെ പിടിക്കാൻ പോണ്ടോ? അതാ ക്ലാസ്സിലിരുന്ന് ഉറക്കം തൂങ്ങണ. എന്താ എൽദോ, ഇവര് പറയുന്നത് ശരിയാണോ? അതെ ടീച്ചർ, രാത്രി ഞാൻ കോഴി പിടിക്കാൻ പോവാറുണ്ട്.
ചിരിക്കണ്ട, ഞാൻ സത്യം പറഞ്ഞത്. കോഴീനെ പിടിക്കാനോ? അതെ ടീച്ചർ, ഞാൻ ബാവട്ടൻ്റെ കൂടെ നാത്ര ഫാമിൽ കോഴി പിടിക്കാൻ പോവാറുണ്ട് ടീച്ചർ. അതിന് എനിക്ക് ബാവട്ട കാശ് തരും. എൽദോന് കാശ് എന്തിനാ? എനിക്ക് വീടിന് ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ട് ലോണൊന്നും അടയ്ക്കണം ടീച്ചർ. ചേട്ടാ, റമാൻകാ, ചേട്ടാ, ഈ എൽദോ എന്ന് പറയുന്ന കുട്ടിയുടെ വീട് എവിടെയാ? കുറച്ചപ്പുറത്താ. ആരാ? എന്തിനാ എൽത്തോ അന്വേഷിക്കുന്നേ? ഞാൻ സ്കൂളിൽ എൽദോനെ പഠിപ്പിക്കുന്ന ടീച്ചറാ. കുറച്ച് ദിവസമായിട്ട് എൽദോ ക്ലാസ്സിൽ വന്നിട്ടില്ല, അതുകൊണ്ട് അന്വേഷിച്ചു വന്നതാ. അവൻ രാവിലെ തന്നെ വന്ന് പണിയൊക്കെ ചെയ്തിട്ട് പോയില്ലേ ടീച്ചറെ? പണിയോ? ആ, രാവിലെ നേരത്തെ തന്നെ വന്ന് പാത്രങ്ങളൊക്കെ കഴുകി ജോലി സഹായിക്കാറുണ്ടല്ലോ എന്നെ. ഞാൻ രാവിലെ കഴിക്കാനുള്ള ഭക്ഷണം കൊടുക്കും അവന്. കാശായിട്ടൊന്നും കൊടുക്കാറില്ല. അല്ല, ഒരാഴ്ചയായിട്ട് അവൻ സ്കൂളിൽ വന്നിട്ടില്ല, അതാ ഞാൻ അന്വേഷിച്ചു വന്നത്. ആ, അങ്ങനെയാണെങ്കിൽ അവൻ കുമാരേട്ടൻ്റെ കമ്പനി ലിസ്റ്റ് പിടിക്കുന്ന പണിക്ക് പോയിട്ടുണ്ടാവും. പണിക്കാര് കുറവുള്ള ദിവസം അയാൾ എൽദോനെ വിളിക്കാറുണ്ട്. ഇവിടെ ആരുമില്ലേ? ആര്? എത്ര പറിച്ചു കളഞ്ഞാലും പിന്നെ വരും ശല്യം. അതെ, ഒരു മിനിറ്റ്. ഒരു കാര്യം ചോദിക്കാനാ. ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ, ആരാണാവോ? അതെ, അവിടെ ആ വീട്ടിൽ ആരുമില്ലേ? ആരാ? എന്താ? ഞാൻ എൽദോനെ പഠിപ്പിക്കുന്ന ടീച്ചറാ. എൽദോനെ അന്വേഷിച്ചു വന്നതാ. ഇന്ന് ഇഷ്ടിക പണിക്ക് പോയിട്ടുണ്ടാവും.
എൽദോന്റെ അച്ഛനും അമ്മയും? ഓ അതൊന്നും പറയാതിരിക്കെ ടീച്ചറെ ഭേദം. അതെന്താ? നല്ല മിടുക്കനാണ് എൽദോ. കലാപരമായിട്ട് ഒരുപാട് കഴിവുകളുണ്ട്. എന്ത് ചെയ്യാനാ, മുഴുകുടിയനായ ഒരു പിശാശായിരുന്നു വാറുണ്ണിയേട്ടൻ, എൽദോന്റെ അപ്പനെ. മുക്കറ്റം നിന്ന് കിടന്ന് ഉറങ്ങിയോ തള്ളേ മോനും? എടി വാതി തുറക്കണേ, എന്റെ ദൈവമേ വന്നു. എടി വാതി തുറക്കണേ. വാതിൽ തുറക്കാൻ എന്താണ് ഇത്ര താമസം? ദയവ് ഇത് ഒച്ചും ബഹളൊന്നും ഉണ്ടാക്കരുത്. മോൻ കിടന്നുറങ്ങ. മോന് ആരുടെ മോൻ? ഈ പൊട്ടൻ എന്റെ മോനൊന്നുമല്ല, കുടുംബം നശിക്കാൻ ഉണ്ടായ ജന്തു. നിനക്കൊക്കെ നാണമുണ്ടോടെ? ഇവൻ കാരണം നാണക്കേട് കൊണ്ട് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റണ്ടായി ബാക്കിയുള്ളവന്. നമ്മുടെ പൊന്നുമോൻ അങ്ങനെ പറയല്ലേ. അവന്റെ കുറുമ്പ് കൊണ്ടല്ലോ അവൻ അങ്ങനെ ആയിപ്പോയത്. ദൈവം നമുക്ക് തന്നതല്ലേ. പെരുമ്പോ നല്ലതൊരെണ്ണത്തിനെ നോക്കി പെറ്റൂരുടെ നായിന്റെ മോളെ. അമ്മനെ തല്ലലേച്ച പാവലേച്ച വേണ്ടച്ച. അമ്മനെ തല്ലലേച്ച വേണ്ടച്ച പാവലേച്ച വേണ്ടച്ച. അമ്മനെ തല്ലലേച്ച വേണ്ടച്ച. പോയി അടങ്ങിക്കിടക്കണ പോട്ട. ഒരു തള്ളേമോനും ഒന്നുകളും ഞാൻ രണ്ടിനും. അയാളുടെ ശല്യം സഹിക്കാൻ വയ്യാതായപ്പോഴാ ആ അമ്മയും മോനും വിഷം കഴിച്ച് മരിക്കാൻ തീരുമാനിച്ചത്. മകന് ചോറിൽ വിഷം കലർത്തി കൊടുത്ത് ആ അമ്മയും വിഷം കഴിച്ചു. അമ്മേ, ദൈവം കരുണ കാണിച്ചതാണോ അല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. എൽദോയെ ഒറ്റയ്ക്കാക്കിയിട്ട് ആ അമ്മ ഈ ലോകം വിട്ടുപോയി. മേരിക്കുട്ടി ചേച്ചി മരിച്ച അന്ന് നാട് വിട്ടു പോയതാ എൽദോയുടെ അപ്പൻ. അവനെ ഈ വീട്ടിൽ തനിച്ചാക്കിയിട്ട്. என் கண்ணீரையே நீ யாரோமல் பொன் கணியே நெஞ்சிரியோ என் நெஞ்சிலெന്നും താലോലമെന്നുയിരേ പാൽമണം തോരാതെ അമ്മ തൻ ചൂചുക്കം ചക്കം കുഞ്ഞാവേ മെല്ലെ ചായുറങ്ങോ മലേ
എൽദോയെക്കുറിച്ച് കേട്ടിട്ട് എന്തോ വല്ലാത്ത സങ്കടമായി ടീച്ചർ. ഇപ്പോൾ എനിക്കും എൽദോയെ കാണാൻ കൊതിയാവുന്നുണ്ട്. എന്തായാലും വാ, നമുക്ക് ആ കോഴിക്കടയിൽ പോയി ചോദിക്കാം. എൽദോ, ഇവിടെ ആരും കാണാനില്ലല്ലോ ടീച്ചറെ. അകത്തുണ്ടാവും, ബെല്ലടിച്ച് നോക്കാം. വാ. ബെല്ല് ഇതായിരിക്കോ? നമസ്കാരം. ആരാ? പ്രസാദ് സാർ ഇല്ലേ? ഉണ്ട്, ഇപ്പൊ വിളിക്കാം. വരൂ, ഇരിക്കൂട്ടോ. ആരാ? മനസ്സിലായില്ല. എൽദോ. അകത്തുണ്ട്. നിങ്ങള്? ഞാൻ എൽദോനെ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചറാ. പേര് രശ്മി. ഞങ്ങൾക്ക് എൽദോനൊന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ. ശ്രീജേ, മോനെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. മക്കളില്ലാത്ത ഞങ്ങള് നിയമാനുസൃതമായ എല്ലാ രേഖകളോടും കൂടി തന്നെ എൽദോയെ സ്വന്തം മകനായി കൂട്ടിക്കൊണ്ടുപോകുന്നു. എൽദോ, ഇതാരാണെന്ന് മനസ്സിലായോ? എനിക്കറിയാം, എൻ്റെ രശ്മി ടീച്ചർ. രശ്മി ടീച്ചറുടെ കാര്യം ഇടയ്ക്ക് പറയുമല്ലോ. മിടുക്കനായിട്ടുണ്ടല്ലോ, സുന്ദരനായിട്ടുണ്ട്. സന്തോഷായിട്ടോ ടീച്ചർക്ക്? എന്തോന്ന് പോലൊരു കുട്ടിയെ എങ്ങനെ? ഡൗൺ സിൻഡ്രോം ബാധിച്ച എൽദോയെ പോലൊരു കുട്ടിയെ ദത്തെടുക്കാൻ കാരണം എന്താണെന്നല്ലേ? സാധാരണ കുട്ടികൾ ദത്തെടുക്കാൻ ഈ സമൂഹത്തിൽ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. സമൂഹത്തിൽ ഒരുപാട് അവഗണനയും പരിഹാസവും അനുഭവിക്കുന്ന ആണായാലും പെണ്ണായാലും മറ്റുള്ളവരുടെ പലതരത്തിലുള്ള ചൂഷണങ്ങൾക്കും അടിമകളാകുന്ന ഒരു കഴിവ് കുറഞ്ഞ, മറ്റുള്ളവർ സഹതാപത്തിൻ്റെ കണ്ണിലൂടെ മാത്രം കാണുന്ന ഒരു കുഞ്ഞിനെ ഞങ്ങളുടെ മകനായി വളർത്തി അവന് ജീവിതത്തിലെ എല്ലാ കടമ്പകളും തരണം ചെയ്യാൻ പ്രാപ്തിയുള്ളവനാക്കി ഒരു വിജയിയാക്കി മാറ്റണം എന്നെൻ്റെ ആഗ്രഹത്തിന് ദൈവം തന്ന വരദാനമാണ് എൽദോ. വലിയവനാണ് സാർ നിങ്ങൾ. ഞാൻ ഇതുവരെ കണ്ടത് വെച്ച് ഏറ്റവും നന്മയുള്ള മനസ്സിൻ്റെ ഉടമ. ദൈവത്തിന് നേരിട്ട് കണ്ടതുപോലെ എനിക്കിപ്പോൾ ഈ ലോകത്തിലെ എല്ലാ നന്മകളും സാറിനുണ്ടോ? ഒരുപാട് നന്ദിയുണ്ട് സാർ, ഒരുപാട്. എന്നാൽ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ഓ ശരിയെന്നാ. Mm.